നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ജാതകത്തിൽ 8ാം ഭാവം ഒരു വളരെ മോശം ഭാവമാണോ, മരണത്തെയൊക്കെ ചിന്തിക്കുന്നത് ആ ഭാവം കൊണ്ടാണല്ലോ എന്നൊരു ചോദ്യം വന്നു. 8ാം ഭാവത്തിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ കൺട്രോളിലേ അല്ലാത്ത പെട്ടെന്ന് വരുന്ന ചില അപകടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ചില ആൾക്കാരെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ അല്ലാത്ത, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ചില കാര്യത്തെക്കുറിച്ചുള്ളൊരു സൂചന 8ാം ഭാവത്തിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ 8ാം ഭാവം തരുന്ന വേറൊരു കാര്യമുണ്ട്. 8ാം ഭാവം വളരെ പവർഫുള്ളായിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ജാതകമാണെങ്കിൽ, ഇനി നമ്മൾ എത്ര തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ള രീതിയിൽ എത്തിപ്പോയാലും അവിടുന്ന് എണീറ്റ് വരാനുള്ള ഒരു ശക്തി, ഒരു ഈശ്വരാധീനം അവർക്ക് എന്തായാലും ഉണ്ടാവും. നമ്മളങ്ങനെ തീർത്തും പൂർണ്ണമായിട്ടും വീണു പോവില്ല. അവിടുന്ന് എണീറ്റ് വരാനുള്ള ഒരു ഗട്ട്സും നമ്മൾ കാണിക്കും, എണീറ്റ് വന്ന് വിജയിച്ച് കാണിക്കുക കൂടി ചെയ്യും. അപ്പോൾ ഏത് ഭാവമായാലും നെഗറ്റീവ് പറയുന്നതാണ് പോസിറ്റീവ് പറയുന്നതാണ് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് സൂചനകളാണ് തരുന്നത്, എല്ലാം സൂചനകൾ മാത്രമാണ്. ആ സൂചനകളെടുത്ത് നമ്മുടെ യുക്തിയും കൂടി വെച്ച് ചിന്തിച്ചിട്ട് വേണം ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ അവർക്ക് എല്ലാം നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും.